അങ്ങനെ 2026 പുതുവർഷം അങ്ങനെയായി. നമ്മുടെ നന്ദന എന്ന യൂട്യൂബ് ചാനലിലെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. 2026 ജനുവരി മാസം 3-ാം തീയതി ധനുമാസത്തിലെ തിരുവാതിര കൊണ്ടാടുന്നു. ഈ തിരുവാതിര വ്രതം എങ്ങനെ എടുക്കണമെന്നും ഏത് ദിവസമാണ് സ്ത്രീകൾ ഉറങ്ങാതെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതെന്നും അതുപോലെ തന്നെ എന്തൊക്കെ നാമങ്ങൾ നിർബന്ധമായി ജപിക്കണം, വിവാഹം നടക്കാത്ത പെൺകുട്ടികൾ അവർ ഏത് നാമം ചൊല്ലണം, അന്നേ ദിവസം നമ്മൾ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാം, കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഏത് സമയത്താണ് വ്രതം തുടങ്ങേണ്ടത്, അങ്ങനെ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായാലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. ഭഗവാൻ ശിവന്റെ ജന്മദിനമായും പാർവതി ദേവി ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ കഠിന തപസ് ചെയ്തതിൻ്റെ ഒരു പൂർത്തീകരണമായും ഈ ദിനത്തെ നമ്മൾ കണക്കാക്കുന്നു. എന്താണ് തിരുവാതിര വ്രതത്തിൻ്റെ പ്രാധാന്യം, എന്തൊക്കെയാണ് ഇതിൻ്റെ ആചാരങ്ങൾ, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഈ വ്രതം നോക്കാനും എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്നൊക്കെ നമ്മൾ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജനുവരി 2-ാം തീയതി സന്ധ്യ കഴിഞ്ഞ് 8:04 മുതൽ ജനുവരി 3-ാം തീയതി വൈകുന്നേരം 5:28 വരെയാണ് നമ്മുടെ ആ ഒരു തിരുവാതിര നക്ഷത്രം വരുന്നത്. 3-ാം തീയതി വൈകുന്നേരം 5:28 വരെയാണ് തിരുവാതിര നക്ഷത്രം വരുന്നത്. ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് വേണമെങ്കിൽ വ്രതം അവസാനിപ്പിക്കാം. അതായത് നമുക്ക് വൈകുന്നേരം തിരുവാതിര നക്ഷത്രം വരുന്നതുകൊണ്ടാണ് അങ്ങനെ അവസാനിപ്പിക്കാൻ പറയുന്നത്. പക്ഷേ ഒരിക്കലും നിങ്ങൾ അന്ന് വൈകുന്നേരം അരിയാഹാരമൊന്നും കഴിക്കാൻ പാടില്ല. പിറ്റേ ദിവസം നമുക്ക് രാവിലെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. 3-ാം തീയതി രാത്രി ഉറങ്ങുന്നതുകൊണ്ട് യാതൊരു ദോഷമില്ല കേട്ടോ. ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളവർ 2-ാം തീയതിയിലുള്ള രാത്രിയിലാണ് നമ്മൾ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ ഭർത്താവിനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് ജപിക്കാവുന്ന മന്ത്രം പറയാം. ഓം സോമായ നമ എന്ന് 108 തവണ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് ഭർത്താവിനെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ തിരുവാതിര നക്ഷത്രങ്ങളിലും തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ നമുക്കിത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വിവാഹ തടസ്സം നേരിടുന്ന പെൺകുട്ടികൾ അവർ സ്വയംവര മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. സ്വയംവര മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ്. നമശിവായ മന്ത്രം ഈ ദിവസങ്ങളിൽ എത്ര ചൊല്ലിയാലും നല്ലതാണ് കേട്ടോ. നമ്മൾ വ്രതം എടുക്കുന്നവരാണെങ്കിലും എടുക്കാത്തവരാണെങ്കിലും ഇന്നേ ദിവസങ്ങളിൽ നമശിവായ മന്ത്രം എത്ര വേണമെങ്കിലും ചൊല്ലുന്നത് നല്ലതാണ്. 2-ാം തീയതി നമ്മൾ ഉറങ്ങാത്ത രാത്രിയാണ്, ഉറങ്ങാൻ പാടില്ല. 3-ാം തീയതി സന്ധ്യയ്ക്ക് ശേഷം നമ്മൾക്ക് ഉറങ്ങാവുന്നതാണ് കേട്ടോ. മകയിരവും തിരുവാതിരയും ഒന്നിച്ചു വരുന്ന ആ രാത്രിയിലാണ് നമ്മൾ എട്ടങ്ങാടി നിവേദിക്കുന്നത്. അതിനുശേഷം നമ്മൾ വിളക്കിന് മുൻപിൽ അഷ്ടമംഗലമൊക്കെ ഒരുക്കി തിരുവാതിര കളിയൊക്കെ കളിച്ച് ആ ഒരു ദിവസം പാതിരാപ്പൂവൊക്കെ ചൂടി നമ്മൾ തിരുവാതിരയെ കളിച്ച് അങ്ങനെ ഉറക്കമൊഴിഞ്ഞിങ്ങനെ ഇരിക്കും. പിന്നെ പാതിരാപ്പൂ ചൂടലാണ്, അത് നല്ലൊരു ചടങ്ങാണ്. അത് ദശപുഷ്പം ചൂടൽ എന്നാണ് പറയുന്നത്. കറുക, തിരുതാളി, മുക്കുറ്റി, മുയൽച്ചെവി, ചെറുള്ള, ഉഴിഞ്ഞ, നിലപ്പന, കുഞ്ഞുണ്ണി, വിഷ്ണുകാന്തി, അങ്ങനെ ഓരോ പുഷ്പങ്ങൾ അതിന് ഒരു പ്രത്യേകതകളുണ്ട്. ഓരോ ഫലങ്ങളാണ് ഓരോന്നിനും. അതെല്ലാം ചൂടിയിട്ട് നമ്മൾ തിരുവാതിര കളിയൊക്കെ കളിച്ച് അങ്ങനെ ഉറക്കമൊഴിഞ്ഞിരിക്കുന്നുണ്ട്. മക്കളുടെ ക്ഷേമത്തിന് വേണ്ടി മകയിരവും ഭർത്താവിൻ്റെയും തൻ്റെയും നന്മയ്ക്ക് വേണ്ടി തിരുവാതിരവും എടുക്കുന്നത്. മകയിരത്തിൻ്റെ അന്ന് സന്ധ്യയ്ക്കാണ് നമ്മൾ ചേന, കായ, ചേമ്പ്, കൂർക്ക, കിഴങ്ങുകൾ തീയിലൊക്കെ ഇട്ട് ചുട്ട് അതിൻ്റെ കൂടെ കുറച്ച് പയർ അല്ലെങ്കിൽ മുതിരയൊക്കെ ചേർത്ത് ശർക്കരയും നാളികേരമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ എട്ടങ്ങാടി നിവേദ്യം ഉണ്ടാക്കുന്നത്. അതിൽ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് അരിമാവൊക്കെ അരച്ച് കോലം വരച്ച് മുറ്റത്തൊരു വിളക്ക് 5 തിരിയിട്ട വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് ഒരു വാഴയിൽ എട്ടങ്ങാടി നിവേദ്യം സമർപ്പിക്കണം. അത് ഗണപതി ഭഗവാനും സരസ്വതി ദേവിക്കും ശിവപാർവതിമാരെയൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുവേണം നമ്മൾ എട്ടങ്ങാടി നിവേദിക്കുന്നത്. അതിനുശേഷം എല്ലാവരും ചേർന്ന് എട്ടങ്ങാടി കഴിക്കും. തിരുവാതിര നാളിൽ നമ്മൾ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ദിവസങ്ങൾ നമ്മൾ കഴിക്കേണ്ടത് കിഴങ്ങ്, പഴങ്ങൾ, ഗോതമ്പ് അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. തിരുവാതിര നാളിൽ നമുക്ക് പുഴുക്കുണ്ടാക്കി കഴിക്കാം, അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഏറ്റവും തിരുവാതിര അന്നത്തെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ചേന, കായ, കൂർക്ക, ചേമ്പ് ഇതെല്ലാം ചേർത്താണ് തിരുവാതിര പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പലവരും അങ്ങനെ വേവിച്ച് പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ചുട്ടിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ തിരുവാതിരകളിയും അതുപോലെ തന്നെ എല്ലാം നമുക്ക് ദശപുഷ്പം ചൂടലൊന്നും പുറത്തുള്ളവർക്കും എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ലല്ലോ. അപ്പോൾ പറ്റുന്നവർ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള എട്ടങ്ങാടി ഉണ്ടാക്കിയെടുത്തിട്ട് അത് ആ നൊയമ്പെടുത്ത് നിങ്ങൾ ആ ഒരു ഇത് സേവിക്കാൻ നോക്കുക, കഴിക്കാൻ നോക്കുക, ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ നോക്കുക. പറ്റുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ. പിന്നെ ജനുവരി 3-ാം തീയതി നിങ്ങൾക്കറിയാലോ തിരുവാതിര വ്രതം നോക്കുമ്പോൾ നോൺ വെജ് ഒഴിവാക്കണം. പിന്നെ അതുപോലെ അരി ആഹാരവും കഴിക്കാൻ പാടില്ല. മറ്റു ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത്
ഈ പറഞ്ഞോണം വെളുത്തുള്ളി ഉള്ളിയൊന്നും ചേർക്കാൻ പാടില്ല. അതായത് നമ്മൾ പുഴുക്കുണ്ടാക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നമ്മൾ നോൺ വെജ് ഒഴിവാക്കി ശരീരശുദ്ധി നല്ല ശുദ്ധിയായിട്ട് നമ്മൾ ഈ ഒരു വ്രതം അനുഷ്ഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു തിരുവാതിരയ്ക്ക് എന്നുള്ളൊരു മെയിനായിട്ടുള്ള കാര്യം തന്നെ തിരുവാതിരക്കളി, ദശപുഷ്പം ചൂടൽ, തിരുവാതിര പുഴുക്ക്, ഇതൊക്കെയാണ് തിരുവാതിരയ്ക്ക് ഏറ്റവും മെയിനായിട്ടുള്ളത്. അപ്പോൾ തിരുവാതിര വ്രതം എടുക്കുമ്പോൾ ശിവൻ്റെ പഞ്ചാക്ഷര മന്ത്രങ്ങളൊക്കെ അന്നേ ദിവസം ചൊല്ലുന്നത് നല്ലതാണ് കേട്ടോ. ഭഗവാൻ ശിവൻ്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര. അതിനാൽ തന്നെ തിരുവാതിര ദിനത്തിൽ പ്രധാനമായും ആരാധിക്കേണ്ടത് ശിവഭഗവാനെയാണ്, പാർവതി ദേവിയാണ്, ഗണപതി ഭഗവാനെയാണ് കേട്ടോ. പാർവതി ദേവി ആദ്യമായി അനുഷ്ഠിച്ച വ്രതമാണ് തിരുവാതിര എന്നാണ് വിശ്വാസം. തിരുവാതിര വ്രതത്തിന് പിന്നിൽ പല രീതിയിലുള്ള ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പാർവതി ദേവിയുടെ കഠിന തപവുമായി ബന്ധപ്പെട്ടതാണ്. പരമശിവനിൽ ആകൃഷ്ടയായ പാർവതി ദേവി അദ്ദേഹത്തെ ഭർത്താവായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി കഠിനമായ വ്രതവും തപസ്സും അനുഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ദേവിയുടെ ഈ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ ശിവൻ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ദേവിയെ പത്നിയായി സ്വീകരിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു. വിവാഹിതരായ സ്ത്രീകളും കന്യകമാരും ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതായി കണക്കാക്കുന്നു. ദേവിയുടെ ഈ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ ശിവൻ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ദേവിയെ പത്നിയായി സ്വീകരിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു. വിവാഹിതരായ സ്ത്രീകളും കന്യകമാരായ ഇവരെല്ലാം വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഭർത്താവിൻ്റെ ദീർഘായുസിനായിട്ട് വിവാഹിതരായ സ്ത്രീകൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കന്യകമാർ ജീവിതത്തിൽ നല്ലൊരു ഭർത്താവിനെ ലഭിക്കുന്നതിന് വേണ്ടിയും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ഭർത്താവിന് ദീർഘായുസിനായിട്ട് വിവാഹിതരായ സ്ത്രീകൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. കന്യകമാർ ജീവിതത്തിൽ നല്ല ഭർത്താവിനെ ലഭിക്കുന്നതിന് വേണ്ടിയും വ്രതം നോക്കുന്നത് നല്ലതാണ്. ഇത്തവണ തിരുവാതിര വ്രതം വരുന്നത് പുതുവർഷത്തിലെ 3-ാം ദിവസത്തിലാണ്. അതായത് ജനുവരി 3 ശനിയാഴ്ചയാണ് വരുന്നത്. ജനുവരി 2-ാം തീയതിയും വളരെ പ്രധാനമുള്ള ദിനമാണ് കേട്ടോ. ജനുവരി 2-ാം തീയതി മകയിരമാണ്. അമ്മമാരായ സ്ത്രീകൾ മകയിരം അനുഷ്ഠിക്കേണ്ടത് നല്ലതാണ്. സന്താനങ്ങളുടെ ദീർഘായുസിനും സൗഖ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ആ വ്രതം എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോ കാണാതിരിക്കും. നന്ദി, നമസ്കാരം.